ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹെയർ ഫോൾ പ്രോബ്ലത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. അതിനൊരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പിമ്പിൾസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒട്ടുമിക്ക ആൾക്കാരിലുള്ള ഒരു പ്രോബ്ലമാണ് ഈ പിമ്പിൾസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് മൂലമാണ് കൂടുതൽ ഈ പിമ്പിൾസ് ഉണ്ടാവുന്നത്. എങ്കിലും നമുക്കത് മുഖത്ത് എപ്പോഴും ഈ പിമ്പിൾസ് വന്നാലും പോയാലും ഇതൊരു ഫേസിൽ പാടായിട്ട് ഇങ്ങനെ അവശേഷിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പിമ്പിൾസ് ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ക്രീമോ പൗഡറോ അങ്ങനെ ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കുറേ വർഷം ഞാനങ്ങനെ ക്രീമും പൗഡറും ഒന്നും ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ഒരുപാട് ക്രീംസൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി, എന്നിട്ടും അതിനെനിക്കൊരു കുറവുമില്ല. പിന്നെ നമ്മൾ നോർമലി എല്ലാ ക്രീംസും ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കി, എന്നിട്ടും അതിലൊന്നും എനിക്കൊരു മാറ്റവും ഇല്ല. പിന്നെ കുറച്ച് ആയുർവേദങ്ങൾ, അതായത് പച്ചമഞ്ഞൾ, വേപ്പില, അങ്ങനെയുള്ള കുറച്ച് ആയുർവേദ കൂട്ടൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കി, എന്നിട്ടും അതിലൊന്നും എനിക്കൊരു മാറ്റവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെയുള്ള 2 ഇൻഗ്രീഡിയൻസ് ഒന്ന് ഉപയോഗിച്ച് നോക്കി. പക്ഷേ എനിക്കതിൽ നല്ല മാറ്റമുണ്ട്. കണ്ടില്ലേ, എൻ്റെ ഫേസിൽ അതിൻ്റെ പാട് കിടക്കുന്ന കണ്ടില്ലേ? കാരണം വന്നു പോയ ഒരു പാടാണിത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പിമ്പിൾസ് ഒത്തിരി മാറ്റമുണ്ട്. എനിക്ക് ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, എങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഗൈസ്, അതിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഒന്നെന്ന് പറയുന്നത് തേന്, 2 ഒരു നാരങ്ങയുടെ പകുതി ഭാഗമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ പിമ്പിൾസിനകത്തെ ബാക്ടീരിയ നശിപ്പിക്കുന്നതിൽ പ്രധാന 2 ഘടകങ്ങളാണ്. പിന്നെ തേനിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മളെല്ലാവരും മുഖസൗന്ദര്യത്തിന് മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഇമ്പോർട്ടൻ്റ് നൽകുന്നതാണ് ഈ തേനിനല്ലേ. അപ്പം ഞാൻ എന്തായാലും വീഡിയോയിലേക്ക് ഇവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാൻ പോവാം. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം. ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ മുഖക്കുരു നന്നായിട്ടുള്ളവർക്ക് ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 1 മണിക്കൂർ നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഞാൻ എൻ്റെ ഫേസ് ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു അറിവ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ശരിക്കും ഇത് 1 തവണ ഉപയോഗിച്ചാൽ പോരാ, ഇത് ആഴ്ച 3 തവണയെങ്കിലും മസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെങ്കിൽ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സിൻസിയറായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുഖക്കുരു ഉള്ളവർ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇനിയും ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.